പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. ഇപ്പം മനുഷ്യന്മാരും സമൂഹവുമായിട്ടുള്ള സെറ്റിൽമെൻറ്റിനെ കൊടുത്ത് ആലോചിക്കുന്നതിനേക്കാൾ ദൈവപൈതലെ നീ ദൈവത്തോട്, നീ ഞാനും ദൈവത്തോടുള്ള കടകണക്കുകൾ, ദൈവത്തോടുള്ള കടങ്ങളും കണക്കുകളും സെറ്റിൽ ചെയ്യുന്നതിനാണ് ഉടമ്പടി നിനക്കൊരവസരം തന്നിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം എന്താണെന്നറിയാമോ? ദൈവം നിൻ്റെ കടങ്ങൾ അന്വേഷിക്കുകയല്ല ചെയ്യണത്. യാക്കോബുമായിട്ടൊരു മൽപ്പിടുത്തത്തിൽ യാക്കോബിനെ ഒതുക്കാൻ പറ്റണില്ലെന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ഒറ്റ വെട്ടണത്. എവിടെ വെട്ടും? എളിയിൽ വെട്ടും. എളിയിൽ വെട്ടിയിട്ട് എളി അരക്കെട്ടിൽ നിന്ന് അകന്നു പോകും. യാക്കോബ് മുടന്തും. ആരെങ്കിലും കയറി പിടിക്കാതെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അങ്ങനെ നിൻ്റെ എളി ഉളുക്കുകയും ആരെങ്കിലും കയറി പിടിക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ ആരെ പിടിക്കും? ആരെ പിടിക്കണം? നിന്റെ ദൈവത്തെ പിടിക്കണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിൽ ആശ്രയിക്കാൻ, പ്രതിസന്ധികൾ ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിന്റെ കരം പിടിച്ചു മുന്നേറാൻ കർത്താവയുടെ പരിശുദ്ധാത്മാവിനെ ദൈവശക്തി എന്നിലും ദൈവ പൈതൽ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, സർവശക്തൻ കൂടെയും ദൈവശക്തി എന്നിലും ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. സർവശക്തൻ കൂടെയും ദൈവശക്തി എന്നിലും ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചില സമയത്ത് നമ്മളുമായിട്ട് ദൈവം മൽപ്പിടുത്തം നടത്തും. ചിലപ്പോൾ നമ്മുടെ എളിയും ഉളുക്കിപ്പോയെന്ന് വരാം. യാക്കോബിൻ്റെ കഥ അല്ലേ ഇത്? യാക്കോബ് എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തോട് മത്സരിക്കുകയും മത്സരിച്ച് ജീവിതത്തിൽ വിശ്വാസ വിജയം നേടുന്ന എല്ലാവരുടെയും പേരാണ് ബൈബിള് യാക്കോബ് എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും കഥയാണത്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് അറിയാവോ? എളി ഉളുക്കുക, സ്വന്തം കാര്യം നടക്കാൻ പറ്റാതിരിക്കുക എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഇന്നലെ ഒരു സാക്ഷ്യം ഇവിടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എന്താണ്? ഒരു ജൂഡ് ജോസഫിൻ്റെ സാക്ഷ്യം, കൂത്താട്ടുകുളം. എനിക്കിഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണത്. അപ്പം അദ്ദേഹം ഒരു നോർമലായിട്ടുള്ള ഒരു ഓർഡിനറി കുടുംബമാണ്, പയ്യൻസാ. പക്ഷേ അദ്ദേഹം പഠനത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ പഠനം കൊണ്ടുപോകാൻ, ബിടെക് പഠനം കൊണ്ടുപോകാൻ പറ്റണില്ല. അതിനിടയ്ക്കൊരു വാഹന അപകടം ഉണ്ടായി, ഓർമ്മ പോയി. അതാണ് എളി ഉളുക്കുക കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു വിഷയത്തിന് തോക്കുക, നമ്മൾ സെറ്റ് ചെയ്തിരുന്നൊരു കല്യാണം പോവുക, ബാങ്കുകാരൻ തരാമെന്ന് പറഞ്ഞ ലോൺ തക്ക സമയത്ത് തരാതിരിക്കുക, ഇതെല്ലാം എളി ഉളുക്കണ പരിപാടിയാണ്. യാക്കോബിൻ്റെ മാത്രം കഥ അല്ല ഇത്, നമ്മുടെ കഥയാണിത്. നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. സെറ്റ് ചെയ്ത കല്യാണം പോവുക, ഇന്നലെ വരെ വിസ ഓഫർ ചെയ്തിരുന്ന ആൾ കൈമരത്തിൽ കാണിക്കുക, പെട്ടെന്ന് രാജ്യത്തിൻ്റെ നിയമം മാറിപ്പോവുക, നമ്മുടെ ഏജ് ഓവർ ആവുക, നമ്മുടെ വിസ റിജക്റ്റ് ചെയ്യുക, ഇതെല്ലാം ഈ മൽപ്പിടുത്തത്തിൽ എളി ഉളുക്കണ പരിപാടികളാണ്. എന്തിനു വേണ്ടിയാണ്? അപ്പോഴേ എളി ഉളുക്കി കഴിയുമ്പോൾ യാക്കോബ് ഇരുട്ടത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്നെ എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്?
കൈ കൂപ്പിക്കൊണ്ട് കാര്യം പറയാനുണ്ട്. നീ ഇവിടുന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പോകണമെങ്കിൽ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ് പരിശുദ്ധാത്മാവ്. ഒരു തകർച്ച നേരിടുമ്പോഴേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് പറഞ്ഞു തരും. നീ എവിടെ പരാജയപ്പെട്ടോ ആ പരാജയപ്പെട്ട സംവിധാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ദൈവത്തോട് പറയും, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുതെന്ന് കൈ അടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ നിയോഗങ്ങള്, ഞങ്ങളുടെ വേദനകളില് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അധിപതിയെ അനുഗ്രഹ അനുഗ്രഹത്തിൽ അധിപതിയെ അനുഗ്രഹ അനുദിനം നിൻ പാദം ഗതിയെ അടിയനു നിൻ കൃപമതിയെ അനുദിനം നിൻ പാദം ഗതിയെ അടിയനു നിൻ കൃപമതിയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. ജൂഡ് ജോസഫിൻ്റെ പരീക്ഷാ ഹാളിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പരീക്ഷയല്ലേ. കൂട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ നീ കുറേ നേരം വെറുതെ ഇരിക്കണം ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ ക്യാമറ ഉള്ളത് കാരണം നിന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല. ഇളയൊളുക്കുമ്പോൾ ആർക്കും മനുഷ്യന്മാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടായ്മകൾ നിന്നെ സഹായിക്കത്തില്ല, സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് സമയം. അതാ അപ്പോൾ ആര് സഹായിക്കേണ്ടതാണ്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. ആരാണ്? ആ ദൈവം. അപ്പോൾ ഇവനൊരു തീരുമാനം എടുക്കും. എന്താ? ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ, ഞാനൊന്നും എഴുതിയിട്ടില്ല, ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ അതെൻ്റെ കർത്താവായിരിക്കും എന്നെ ജയിപ്പിക്കണത്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അമ്മ പറയും നീ ജയിക്കോടാ. അപ്പോൾ അവൻ അമ്മയോട് പറയും, അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയണത്? ഞാൻ മല എഴുതിയെങ്കിലല്ലേ ജയിക്കത്തുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ചില അവിശ്വാസികൾ ചോദിക്കും, പിന്നെ എഴുതാത്ത പരീക്ഷ കർത്താവ് മാർക്ക് കൊടുക്കുമ്പോൾ കർത്താവ് കള്ളനാകുക. അതല്ല, നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിന് ഇടറവ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത് ആരാണ്? നമ്മളെ സൃഷ്ടിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കാനാവാത്ത ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട്, മാറാത്ത രോഗങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. എല്ലാം സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചുണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങള്, വിട്ടുമാറാത്ത വിഷമസന്ധികള്, ജപ്തി നടപടികള്, കേസുകള്, കർത്താവ് വിവാഹപ്രായമായിട്ടുള്ളവര്, പുനവരവ് ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാത്ത ഭവനങ്ങള്, വീട് സ്വന്തമായില്ലാത്തവര്, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവര്, കർത്താവേ, എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ, പരിഹരിക്കാനാവാത്ത ഞങ്ങളുടെ ജീവിത നിയോഗങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോയോട് ഞങ്ങൾ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിറയണമേ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഒരുമിച്ച് സ്വരത്തിലെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, സ്വരത്തിലെ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എല്ലാവരും എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചുണ്ടായിരിക്കട്ടെ. ജൂഡ് ജോസഫ് ഒരു വിശ്വാസത്തിന് പ്രവർത്തനം ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യണത്? റിസൾട്ട് വരാൻ നേരത്തെ ഉടമ്പടി തൈലമെടുത്ത് കണ്ണിൽ തേക്കും. വിശ്വാസമില്ലാത്തവൻ ഇത് അന്ധവിശ്വാസമായിട്ട് തോന്നും. അതവൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണവൻ. ഇനി കൂട്ടുകാരായിരിക്കും അതിന് റിസൾട്ട് പിടിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ ചെവിയിലൂടെ വരുന്നത്. അതുകൊണ്ട് ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ചെവിയിലും തേക്കും. ഒരു ബിടെക് സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അവൻ ആരെങ്കിലും പറഞ്ഞിട്ടാണ് അത് ചെയ്യണത്? അല്ല, ഹൃദയത്തിൽ നിന്ന് വന്നിട്ട് വേറെ
ദൈവമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ആരുമില്ല. അത് പ്രഖ്യാപിക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമില്ലാതെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മറ്റൊരുത്തരിൽ രക്ഷയില്ല. രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അങ്ങയോട് തുലനം ചെയ്യാൻ കർത്താവേ അങ്ങയെപ്പോലെ മറ്റാരും ഈ ലോകത്തിലില്ല. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ശക്തി, അങ്ങാണ് ഞങ്ങളുടെ അഭയം. ഹല്ലേലൂയ. കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും യേശു കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടി തൈലമല്ല അവന് മാർക്ക് കൂട്ടാൻ പോണത്. ആരാണ്? അവന് പുരട്ടിയിട്ട് എന്ത് പറയും? വിശ്വാസപ്രമാണം ചെല്ലുവെന്ന്. അതാണ് സംഭവം. വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. എന്തിൻ്റെ കർത്താവ്? പരീക്ഷയുടെയും കർത്താവ്, മാർക്കിൻ്റെയും കർത്താവ്, യൂണിവേഴ്സിറ്റിയുടെയും കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെയും കർത്താവ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അധരം കൊണ്ട് അങ്ങ് ഏറ്റുപറയുകയും ഹൃദയത്തിൽ മരിച്ചവരാ വിശ്വസിക്കുകയും ചെയ്തു. കരങ്ങൾ നീട്ടി. കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കട്ടെ. എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ അപ്പം തന്നെ നിന്റെ ഹൃദയത്തിൽ പറയണം, ഹൃദയത്തിൽ വിശ്വസിക്കണം, ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. അധരം കൊണ്ട് പറയണം, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? ഇപ്പം ജൂഡ് ജോസഫിൻ്റെ സാക്ഷ്യം അറിയാമല്ലോ, നിങ്ങൾ നോക്കണത് എന്താ? അവനെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. കാര്യം അപകടം വന്ന് തലച്ചോറ് കുടുങ്ങിപ്പോയ ആളാണ്, ഓർമ്മ പോയി. ആ ആൾക്ക് കർത്താവ്, നിൻ്റെ ഓർമ്മ പോകുമ്പോൾ കർത്താവ് നിനക്ക് പകരം ഓർമ്മയായി മാറും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം രക്ഷക നൽകി. കർത്താവേ നാഥനേ, ആമേൻ, ആമേൻ. യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഇന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. 48 വയസ്സുള്ള ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? അവരെ പരീക്ഷ എഴുതുന്ന പരീക്ഷയുടെ അവരുടെ കാലം കഴിഞ്ഞു. ഒരു 38-35 വയസ്സാകുമ്പോഴത്തേന് പരീക്ഷാകാലം കഴിയും. കാര്യം ഒന്നാമത്തിൽ പുതിയ തലമുറ നിങ്ങൾക്കറിയാമല്ലോ, പുതിയ തലമുറയുമായിട്ട് ആർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഷാർപ്പ് ഇൻ്റലിജൻറ്റ്, അപ്പാര മെമ്മറി. കാര്യം നമ്മുടെ മക്കളാണവർ. ഈ 48 വയസ്സുകാലത്തിലെ മക്കളെന്ന് പറയണത് അമ്മയേക്കാൾ ഡബിൾ മെമ്മറിയാണ്. അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. ഇനി നമ്മുടെ മക്കളാകുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ അതിനേക്കാൾ ഷാർപ്പായിരിക്കും. അപ്പോൾ അവർ തന്നെ, അതുകൊണ്ട് തന്നെ അവർ മനസ്സിടിയാണ്, ഞാൻ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുമോ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയിപ്പോയി. പിന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പറഞ്ഞില്ല, കേട്ടില്ലേ? അത് ഞാനതാണ് കേട്ടത്. കമ്പ്യൂട്ടർ പണ്ടേ അവർക്ക് മെമ്മറി കുറവാണ്, അവർക്ക് ആത്മവിശ്വാസമില്ല. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. പിന്നെ ആരാണ്? കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആകുമ്പോൾ കർത്താവിൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ആകും. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നീട്ടി ഹല്ലേലൂയ. ഈശോയേ, അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. രക്ഷക കർത്താവേ നാഥനേ, ആമേൻ. യേശുവേ രക്ഷക
Lord. Praise the Lord. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവം എഴുതിത്തള്ളാം. ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ, 1000 അല്ലേ, 1000 യൂട്യൂബിൽ മാത്രം കിടക്കണ എന്താണ് ഞങ്ങൾ കട്ട് ചെയ്തിട്ടിരിക്കണ ഒരു 600 എണ്ണം ഉണ്ട്. ലൈവിൽ കിടക്കണത് ഒരു 600 എണ്ണം ഉണ്ട്. 1200 സാക്ഷ്യങ്ങളായി. എല്ലാവർക്കും ചോദിക്കണം, ഈ 2 കൊല്ലം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കണത്. കൃപാസനത്തെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ 2 കൊല്ലം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഉടമ്പടിയാണ് സംഭവിച്ചത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിന്റെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ. എഫേസ്യസ് 2:8 കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കൃപയാലാണ് രക്ഷയെന്ന് കൃപാസനത്തിൽ വന്നുകൂടി ഓരോ മക്കളുടെ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. ജനങ്ങളുടെ അനുഭവമാണ് നമ്മുടെ അടിത്തറ. ഇപ്പം രാഷ്ട്രീയ പാർട്ടിക്കാർ പറയും ജനങ്ങളാണ് ഞങ്ങളുടെ അടിത്തറയെന്ന്. കൃപാസനത്തിൻ്റെ അടിത്തറ എന്താ? ജനങ്ങളുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ദൈവാനുഭവമാണ്. ആരെല്ലാം എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞാലും ദൈവാനുഭവം ഉള്ളവരത് മറന്നു പോവുക. അവർ വെൽത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്. നമ്മുടെ സ്വത്തെന്ന് പറഞ്ഞാൽ എന്താ? ദൈവാനുഭവമുള്ള 10,000 മനുഷ്യരാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, എല്ലാ ആരോപണങ്ങളെയും കർത്താവിന് സമർപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ശക്തി പ്രകടമാകണമേ, ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെടണമേ, ദൈവിക സാന്നിധ്യം നിറയണമേ കർത്താവേ. ദൈവകൃപ കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത കൃപമതിയേ, 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 അളവില്ലാത്ത കൃപമതിയേ. ഇന്നലെ ഡൽഹി പത്രത്തിന് വേണ്ടി, ഒരു ഇംഗ്ലീഷ് പത്രത്തിന് വേണ്ടി ഒരു മാഡം, അവിടുത്തെ എഡിറ്റർ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. അവർ പല ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ഇപ്പോൾ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. ഒരു ചോദ്യം ഇതാണ്, ഫാദർ ആശുപത്രി പോയത് എന്തിനാണെന്ന്. എനിക്ക് ശരിയെന്ന് പോയി. ഞാൻ പറഞ്ഞു ഇപ്പോൾ പോയതല്ലല്ലോ, ഞാനൊരു 6 മാസം കുടുംബം ആശുപത്രി പോകാറുണ്ട്. ഇവരാരും അറിയണില്ലെന്ന് മാത്രമേ ഉള്ളൂ, അത് വാർത്തയാകണില്ല. ഇപ്പോൾ ഒരു വാർത്തയാക്കിയതല്ലേ, അത് സന്തോഷമേ ഉള്ളൂ. എന്താ കാര്യം? അതൊരു മാതൃകയാണ്. ഞാൻ ഒരു പ്രിക്കോഷനും എടുക്കാറില്ലേ എല്ലാ ആൾക്കാരുടെ അടുത്ത് ഇടപെടുന്നത്. കുറച്ചാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം പിടിക്കും, ആശുപത്രി പോവും. സഭ നമുക്കറിയാം, അതൊരു മാതൃകയാണ്. എന്താണ്? നമുക്ക് അസുഖമുണ്ടായാൽ നമ്മൾ ആദ്യം പോകേണ്ടത് എവിടെയാണ്? ആശുപത്രിയിലാണ് പോകേണ്ടത്. അതാണ് പ്രഭാഷകൻ എഴുതിയിരിക്കുന്നത്. വൈദ്യനെ ബഹുമാനിക്കുക, അവന് അധികാരം കൊടുത്തത് കർത്താവാണ്. വൈദ്യൻ്റെ കയ്യിൽ വിജയം സ്ഥിതി ചെയ്യുന്ന സമയങ്ങളുണ്ട്. പ്രഭാഷകൻ 38:13 വൈദ്യൻ്റെ കയ്യിൽ വിജയം സ്ഥിതി ചെയ്യുന്ന സമയങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? വൈദ്യൻ്റെ കയ്യിൽ വിജയം സ്ഥിതി ചെയ്യാത്ത സമയവും ഉണ്ട്. കൃപാസനത്തിൽ വരുന്നവരാണ്. ഒരു പനി പിടിച്ച് ഒരേ ആൾക്കാർ കൃപാസനത്തിൽ വരികയാണ്? അല്ല. എല്ലായിടത്തും പോയി തകർന്ന് പണവും തീർന്ന് ജീവിതവും തീരുമ്പോൾ അവസാന അഭയമായിട്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയിൽ അഭയം പ്രയോഗിക്കുന്നവരുടെ. ആയിരക്കണക്കിന് സൗഖ്യങ്ങളല്ലേ. ഇന്ന് സൗഖ്യത്തിന് വില കുറവുണ്ടാവും. ഇന്നത്തെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസത്തേക്കാളും ഇരട്ടിയായിപ്പോൾ സാക്ഷ്യങ്ങൾ. കാര്യം ഞാൻ എപ്പോഴും എല്ലാവരോടും എന്നോട് ചോദിക്കുക, അച്ഛാ ഓരോരുത്തരും ഓരോ കാര്യം പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, അമ്മ എന്നാ പറയണമെന്ന് നോക്കട്ടെന്ന് പറയും. എന്താ കാര്യം? അമ്മയല്ലേ തീരുമാനിക്കേണ്ടത്. അമ്മ സാക്ഷ്യം കുറച്ചാൽ ഞാൻ ഈ സംഭവം പൂട്ടും. വേറെ ലോകം മൊത്തം ഇടിഞ്ഞു വീണാലും കൃപാസനത്തിന് തൊടാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇത് അമ്മ സ്ഥാപനമാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കൃപാസനത്തെ സമർപ്പിക്കുന്നു, ചുവരുകളെ സമർപ്പിക്കുന്നു, ആരോപണങ്ങൾ സമർപ്പിക്കുന്നു, വിമർശനങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, കത്തോലിക്ക സഭയുടെ അങ്ങയുടെ സ്ഥാപനത്തെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. പോരടിക്കും
ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശ് മരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശ് മരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. കരങ്ങൾ ഉയർത്തി. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. ആമേൻ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. ആമേൻ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തേരു തേടിക്കാൻ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തേരു തേടിക്കാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്നാ ചോദിച്ചതെന്നറിയാവോ? എനിക്ക് കർത്താവ് സഭ പാപമോചനത്തിനായുള്ള അധികാരം തന്നിട്ടുണ്ട് അല്ലേ? ഞാൻ നിങ്ങളുടെ പാപങ്ങൾ, കുമ്പസാരിക്കാൻ വരുന്നവരുടെ പാപങ്ങൾ യേശുനാമത്തിൽ മോചിക്കും. അതിൽ വരങ്ങളും കൃപകളും ഇതുപോലെ എന്തിനാണ്? സഭയെ കെട്ടിപ്പടുക്കാനുള്ളത് കൊണ്ടാണ്. അതാണ് 1 കൊറിന്ത്യൻസ് 12:7. ഇങ്ങനെയുള്ള എല്ലാ രോഗശാന്തി വരങ്ങളും എന്തിനുള്ളതാണ്? പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, വ്യക്തിപരമായ ഉപയോഗത്തിനുള്ളതല്ല. പൊതു നന്മയ്ക്ക് വേണ്ടി എന്നതാണ്? സഭയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ്. ഇതറിയാൻ പാടില്ലാത്തവർക്ക് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വലിയ ബോധ്യങ്ങള്, പ്രബോധനങ്ങള്, ഉൾക്കാഴ്ചകൾ നൽകുന്നതിന് ഞങ്ങളൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പഠനങ്ങള് ഞങ്ങളെ ബോധ്യപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. ശരീരത്തിൻ്റെ അലർജികൾ, ശരീരത്തിൻ്റെ പാടുകൾ മാറിപ്പോകുന്നത്. പാടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി കളർ ചേഞ്ച് വരുന്നത്. അത്രയ്ക്ക് ദൃശ്യമാകാത്ത വളരെ പ്രൈവറ്റായിട്ടുള്ള ഇടങ്ങളിലെല്ലാം ഗുരുതരമായ രോഗങ്ങളിലേക്ക് ബാധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. മാരക രോഗങ്ങള്, തീരാവ്യാധികള്, അളട്ടുന്ന വിഷമതകള്, പ്രാർത്ഥിക്കുന്നവര് ഹല്ലേലൂയ. അസ്ഥി രോഗികള്, പേശി രോഗികള്, അസ്ഥി രോഗികള്, പേശി രോഗികള് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, എല്ലാ അസ്ഥി രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. എല്ലാ പേശി രോഗികളെയും വാദരോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലത് കരത്താൽ എല്ലാ വാദരോഗങ്ങളും അസ്ഥി രോഗങ്ങളും അസ്ഥി ഉരുക്ക രോഗങ്ങളും യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. രോഗങ്ങളെ സമർപ്പിക്കുന്നു. ഡിസ്കിന് അകൽച്ചയുള്ളവരെ സമർപ്പിക്കുന്നു. ഒടിവുള്ളവരെ രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുകയാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിവാഹ തടസ്സമുള്ളവരെ, ഒത്തിരിയേറെ പ്രായമായിട്ട് വിവാഹം ആഗ്രഹിച്ചിട്ടും നടക്കാത്തവരെ, നടത്തിക്കൊടുക്കാൻ ആളില്ലാത്തവരെ,
പരിശുദ്ധമേ ദേവമാതാവേ, പരിശുദ്ധമേ ദേവമാതാവേ, അമ്മയുടെ മധ്യസ്ഥത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തില് ഈശോയെ ഏൽപ്പിക്കുന്നു. ഏൽപ്പിക്കും. മക്കളില്ലാത്തവരെ മക്കളില്ലാത്തവരെ വൈദ്യശാസ്ത്രത്തിലെ ആ വിഷയത്തിലെ ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാത്തവരെ ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിന് സന്തതികളെ ധരിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വചനത്തിന്റെ ശക്തിയാൽ മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കട്ടെ. എലിസബത്തിന് സന്താനം കൊടുത്ത ദൈവമേ, 90 വയസ്സായി സാറായി സന്താനം കൊടുത്ത ദൈവമേ, സുധാരരഹിതരെ അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കരങ്ങൾ വീശി കാറ്റായി വീശണമേ, അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. മക്കളെ, ജോലിയില്ലാത്തവർ അച്ഛനത് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് 101% നിങ്ങൾക്കത് കിട്ടണമെന്നുള്ള ആത്മാർത്ഥയോടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ല ചട്ടപ്പടി പ്രാർത്ഥന സമ്പ്രദായികമായിട്ട് പോണതല്ല. ഇവിടെ വന്ന് കണ്ണുനീരിടുന്ന ജോലിയില്ലാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്വന്തം കാര്യം വരെ ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അപമാനിതനാകും. നമ്മുടെ ജീവിതത്തിന് ആശ്രയി ജീവിക്കുന്നവരുടെ ജീവിതം എല്ലാം വിഷമത്തിലാകും. ഇങ്ങനെ കുറേ ദുരന്തങ്ങളുണ്ട്. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ട് നിസ്സഹായനായി നിൽക്കുകയാണ്. അവിടെ ദൈവത്തിനൊരു ഇടമുണ്ട്. ആ ദൈവ ഇടം വിശ്വാസം കൊണ്ടാണ് നമ്മൾ നേടുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ജോലി ഇല്ലാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഉള്ള ജോലി കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിത നിലവാരങ്ങളെ ആശീർവദിക്കണമേ. അവരുടെ കഴിവിനേക്കാൾ കൂടുതലാണ് അവരുടെ കുടുംബത്തിന്റെ ആവശ്യമെങ്കിൽ കർത്താവേ, അവരോട് കരുണ തോന്നണമേ, അവിടെ നിലനിർത്തണമേ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ കരുണ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ അങ്ങേ മക്കളുടെ മേല്, വിദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് അഭിഷേകമായി തീരണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി വെച്ചുള്ള വിഷയങ്ങളെല്ലാം ഓർക്കുക. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന ശരീരത്തിൽ നീര് കെട്ടുന്നവര്, ഉദര രോഗികള്, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗികള്, വ്രണങ്ങൾ വന്നിട്ട് പൊറുക്കാതെ നിൽക്കുന്നത്, അതിൻ്റെ പേരിൽ ശരീരം തളരുന്നവർ, പ്രഷർ കയറിയിട്ട് ഉറക്കം നഷ്ടപ്പെടുന്നവർ, ഷുഗർ രോഗികൾ, ഇവിടെയുള്ള അപാലവൃദ്ധം ജനങ്ങളല്ല മാത്രമല്ല ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടി സമർപ്പിക്കുന്ന നിയോഗങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരീരത്തിൽ അലർജി നീർക്കെട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവിധ ദുരിതങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, തത്സമയ കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള് മാറിപ്പോട്ടെ. വിടുതലിനാത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. Praise the Lord.